കുഞ്ഞു കഥ ഓടിച്ചു. ഒരു കള്ളൻ ശിവന്റെ അമ്പലത്തിൽ കക്കാൻ കയറുന്നില്ല. അപ്പൊ അദ്ദേഹം രാവിലെ വന്ന് തൊഴാൻ, വൈകുന്നേരം വന്ന് മോഷ്ടിക്കുക. അദ്ദേഹത്തിന് ചോദിക്കും. രാവിലെ ശിവന്റെ അമ്പലത്തിൽ വന്ന് തൊഴുതപ്പോ അദ്ദേഹത്തിന് തോന്നുന്നേ തന്റെ കയ്യിലുള്ള മാല എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാൻ. കാരണം ഇയാൾക്ക് ഒന്നുമില്ല. കുറെ കൂവളമാലയുണ്ട്, ഒരു ചന്ദ്രക്കല്ലുണ്ട്, വേറെ ഒന്നുമില്ല. ബാക്കിയുള്ള അമ്പലങ്ങളിൽ പോകുമ്പോ ദൈവങ്ങൾക്ക് നെക്ലസ് ഉണ്ട്, മാലുണ്ട്, മുക്കുത്തി ഉണ്ട്, കിരീടമുണ്ട്. ഇദ്ദേഹത്തിന് ഒന്നുമില്ല. എന്നാലും ഇയാൾക്ക് ഈ കള്ളന് കുറച്ച് ധാർമ്മികതയ്ക്കുള്ള കള്ളന്. കാരണം മുമ്പിൽ മനഃപൂർവ്വം കള്ളനായതല്ല, അത്ര പട്ടിണിയാണ് വീട്ടിൽ. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മക്കൾ കരയണത കാണും. കടം കൊണ്ട് മുടിഞ്ഞു. അപ്പൊ വിചാരിച്ചു അമ്പലത്തിൽ കയറി എന്തെങ്കിലും കട്ടിട്ട് അതുകൊണ്ട് കടമൊക്കെ തീർക്കാം. അങ്ങനെ ഇറങ്ങിയതാ, അല്ലാണ്ട് സ്വമേധയാ കള്ളനായിട്ടുള്ള ആളല്ല, നിവൃത്തിയോടുണ്ടായത്. രാത്രി അയാൾ കക്കാൻ വേണ്ടി ശിവന്റെ അമ്പലത്തിൽ വന്നു. ഒട്ടുരുളി പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെങ്കിലും കിട്ടുന്ന കരുതി. അമ്പലത്തിനകത്ത് കഠിനമായിട്ടുള്ള ഇരുട്ടായതുകൊണ്ട് പുറത്ത് ദീപസ്തംഭത്തിൽ ഒരു തിരി ഉണ്ടായിരുന്നു അത്രേ. ആ തിരി എടുത്തിട്ടുള്ളിൽ കേറിയ പാട് അതിശക്തമായുള്ള കാറ്റടിച്ച് തന്റെ കയ്യിലുള്ള തിരി കെട്ടു. വെളിച്ചമില്ലാണ്ടായി. ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നിയത് ഞാനിപ്പോ ഇതിനിടെ കൂടെ തപ്പി തടഞ്ഞു പോയി, ഈ പാത്രമൊക്കെ വീട് നാട്ടുകാരൊക്കെ ഓടിക്കൂടി എന്നെ തല്ലി കൊല്ലണേക്കാൾ നല്ലത് വീണ്ടും ദീപസ്തംഭത്തിൽ പോയിട്ട് ഒരു തിരി കത്തിച്ചിട്ട് വരാം. മുമ്പിൽ വീണ്ടും പോയി. ദീപസ്തംഭത്തിനടുത്തെത്തിയപ്പോ വലിയ കാറ്റടിച്ചിട്ട് ദീപസ്തംഭം മൊത്തം കിട്ടുന്നു. അയാൾക്ക് മനസ്സിലായി വെളിച്ചല്ലാണ്ട് മോശം നടക്കില്ല. ഇന്നത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ കടം തീർക്കാൻ. ഒരു തിരി കത്തിച്ചിട്ട് അകത്ത് കയറാം. അപ്പ തൊട്ട് കത്തിക്കണമെന്നാണ് അയാൾ കത്തിക്കും, കാറ്റടിക്കും, കെടും. വീണ്ടും കത്തിക്കും, കാറ്റടിക്കും, കെടും. ഇങ്ങനെ കത്തിച്ച് കെട്ടും. അവസാനം അയാൾ മോഷ്ടിക്കാൻ വന്നതുപോലെ അയാൾ മറന്നുപോയി. അയാളുടെ ആത്മീയമായ ലക്ഷ്യം ഇതൊന്ന് കത്തി കിട്ടിയ സമാധാനമായുള്ള അവസ്ഥയാണ്. അങ്ങനെ ഏതോ സമയത്ത് അത് കത്തിയ ആ വെളിച്ചത്തിൽ അദ്ദേഹം കണ്ടു ഒട്ടുരുളി പാത്രം എവിടെ ഇരിക്കുന്നതല്ല, നവീനൊക്കെ പാടി നിങ്ങൾ കേൾക്കുന്ന ചന്ദ്രശേഖരനായിട്ടുള്ള നാഗഭൂഷിതനായിട്ടുള്ള ആ ഭഗവാനെ കണ്ടു. എന്റെ സ്വത്ത് കക്കാൻ വന്ന പാപി എന്ന് പറഞ്ഞ് ശൂലെടുത്ത് എറിഞ്ഞില്ല ഭഗവാൻ, പകരം കെട്ടിപ്പിടിച്ചിട്ട് അനുഗ്രഹിച്ചതാണ്. അതാണ് ശിവൻ. നിവൃത്തികേടുകൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് എന്റെ സ്വത്തിൽ നീ കണ്ടുവച്ചുള്ളൂ. നിന്നെ ഈ ജന്മത്തിൽ ഉയർത്താൻ എനിക്ക് പരാധീനതകളുണ്ട്, കർമ്മഫലുണ്ട്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട ഉണ്ണി, അടുത്ത ജന്മത്തിൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ധനവും, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സമ്പത്തും നിന്റെ കാൽക്കീഴിൽ ഉണ്ടാവും. ഞാനാണ് പറഞ്ഞത്. ആ കള്ളനാത്ര പിന്നീട് കുബേരനായിട്ട് ജനിച്ചത് അടുത്ത ജന്മത്തിൽ. നിത്യേന ശിവന്റെ അമ്പലത്തിലെ ഒരു തീ തെളിയിച്ചതിന് കിട്ടിയ പുണ്യാണ് കുബേരനായത്. അതാണ് മഹാദേവന്റെ കാരുണ്യം. അതുകൊണ്ട് ദയവായിട്ട് കുട്ടികളെ ശിവനെ ഭയക്കാൻ പഠിപ്പിക്കാൻ